എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് സാധാരണ അതിൽ പറയാറുണ്ട്, ഇപ്പോൾ വെള്ളം കുടിക്കണം, ഹൈഡ്രേഷനൊക്കെ വേണം. അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? അതായത് വെള്ളം കുടിക്കുന്നത് എപ്പോഴും എഫക്റ്റീവാണ്. ഈ നമ്മൾ സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യണതിന് മുമ്പ് വെള്ളം കുടിക്കുക എന്നുള്ളതും പ്രധാനമാണ്. അതിൽ ആദ്യം കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം, ഇത് ഇലക്ട്രോലൈറ്റ് ഉള്ള ഏതെങ്കിലും ഒരു വെള്ളം ഒരു ഗ്ലാസ് കുടിച്ചതിന് ശേഷം പിന്നെ ബാക്കി വെള്ളം കുടിക്കണതാണ് നല്ലത്. ഇല്ലാതെ നമ്മൾ ഒരുപാട് ഒരുമിച്ച് വെള്ളം കുടിക്കുന്നതിനേക്കാളും എഫക്റ്റീവ് ആവുക ഒരു ഗ്ലാസ് മാത്രം ഇത്തരത്തിൽ കുടിച്ചിട്ട് പിന്നെ ബാക്കി വെള്ളം കുടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇലക്ട്രോലൈറ്റ് സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും യൂസ് ചെയ്താലും മതി, അങ്ങനെയായാലും മതി. അപ്പോൾ പ്രത്യേകിച്ച് ഈ എക്സസൈസ് ചെയ്യുന്നവരിൽ പലർക്കും പ്രോപ്പർ സ്ട്രെച്ചിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, വാമപ്പിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൂൾ ഡൗൺ അതേപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് പറയാറുണ്ട്. അത് എങ്ങനെയാണത് ശ്രദ്ധിക്കേണ്ടത്? പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം, എല്ലാ ആൾക്കാരും ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ ഇത് കഴിഞ്ഞ് കൂൾ ഡൗൺ പലരും ചെയ്യാറില്ല. ഈ കൂൾ ഡൗൺ ചെയ്യാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള മൈനറായിട്ടുള്ള ഇഞ്ചുറികൾ വരാനും അത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് ക്യുമുലേറ്റീവായിട്ട് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഈ കൂൾ ഡൗണിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വാമപ്പ് പോലെ തന്നെ പ്രധാനമാണ്. ഇത് ചെയ്ത് തീർന്നതിന് ശേഷം ഒറ്റയടിക്ക് നിർത്തി നേരെ പോവാതെ കൂൾ ഡൗൺ ചെയ്ത്, അതായത് നമ്മൾ ഈ ചെറിയ ജോയിൻസിൽ നിന്ന് വലിയ ജോയിൻസിലോട്ട് മൊബിലൈസേഷൻ കൊടുത്ത് സ്ട്രെച്ചിങ് കൊടുത്ത് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചുറിയുടെ ഒരു സാധ്യത എപ്പോഴും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.